നമസ്കാരം. കൊല്ലവർഷത്തിലെ 8ാമത്തെ മാസമാണ് മീനമാസം. സൂര്യൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെ മീനം രാശിയായി കണക്കാക്കി പോരുന്നു. ഇന്ത്യൻ സംവത്സരമായ ശകവർഷം തുടങ്ങുന്നത് മീനമാസത്തിലാണ്. ചാന്ദ്രവർഷം തുടങ്ങുന്നതും മീനമാസത്തിലാണ് എന്ന സവിശേഷതയുമുണ്ട്. 60 ചാന്ദ്ര സംവത്സരങ്ങളിൽ ഒന്നായ ശോഭകൃത് വർഷം മീനമാസത്തിലെ കർത്തവാവിന് അവസാനിക്കുന്നതുമാകുന്നു. പിറ്റേന്ന് മുതൽ, അതായത് വെളുത്ത പ്രഥമ തിഥി മുതൽ ക്രോധി എന്ന പേരുള്ള വർഷം തുടങ്ങും. പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഞാറ്റുവേലകൾ മീനമാസത്തിൽ കടന്ന് വരുന്നുമുണ്ട്. വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയുമാണ്. ശനി കുംഭം രാശിയിലുണ്ട്. മാസാവസാനം ചതയത്തിൽ നിന്നും പുരുരുട്ടാതിയിലേക്ക് പകരുന്നു. മീനം 5-ന് ഒരു മാസത്തിലധികം നീണ്ട ശനിയുടെ മൗഢ്യം അവസാനിക്കുകയുമാണ്. രാഹു മീനം രാശിയിൽ രേവതിയിലും കേതു കന്നിരാശിയിൽ അത്തത്തിലും തുടരുന്നതുമാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൂര്യനും രാഹുവും ബുധനും 12-ലും ശനിയും ചൊവ്വയും ശുക്രനും 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുകയാൽ ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായ പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കും. യാത്രകൾ അനുകൂലമായി തീരും. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും. ജോലിയുമായി ബന്ധപ്പെട്ട് ശുഭകരമാണ് സമയം. സാമ്പത്തികപരമായി ഗുണകരമായ കാലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആദായം വർദ്ധിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കിട്ടാക്കടം ലഭിക്കുന്ന സമയം കൂടിയാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. 11-ലും 12-ലും 3 ഗ്രഹങ്ങൾ വീതമുണ്ട്. വ്യാഴം ജന്മരാശിയിലാകുന്നു, ജന്മനക്ഷത്രത്തിലുമാണ്. അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്ന മാന്ദ്യം, തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല വിജയങ്ങളും നേടിയെടുക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. പാഴ്ചെലവുകൾ കുറയ്ക്കേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ധനപരവ് മോശമാവില്ല എന്ന കാര്യവും ഓർക്കുക. ധനപരമായി മുൻതൂക്കം നിങ്ങൾക്കുണ്ട്. ധനം സമാഹരിക്കുവാനും വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആദായം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ വളരെ വിലമതിക്കുന്നതായി തീരും. കുടുംബജീവിതം അനുകൂലമായി തീരാം. തർക്കങ്ങളുണ്ട് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2 രാശികളിൽ ത്രിഗ്രഹ യോഗങ്ങൾ ഉള്ളതിനാൽ ഗുണകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുവാൻ സാധ്യത കൂടുതലാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് കൂടുതലായി വന്നു ചേരുക. അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിപ്പിക്കാം. വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലുമുള്ള മെല്ലെപ്പോക്ക് മാറിപ്പോകുന്ന അവസരമാണ് ഇത്. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഠനം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾക്ക് നിങ്ങൾക്ക് അവസരം വന്നു ചേരും. സാമ്പത്തികമായി അനുകൂലമാണ് സമയം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം. കൂടാതെ പാരമ്പര്യ വസ്തുക്കൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ജീവിത പങ്കാളിയുടെ ധനം അനുഭവത്തിലേക്ക് എത്തുന്ന സമയമാണ് ഇത്.
ധനപരമായി പറ്റിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏറ്റവും ശുഭകരമായ സമയമാകുന്നു. ധനവരവ് മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ സമയം സൂര്യരാഹു ബുധ യോഗം തുടക്കത്തിൽ തന്നെ ശുഭലക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഈ സമയം പല കാര്യങ്ങളും പാഴാകാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അധികാരികളുടെ അപ്രീതി അകന്നു പോവുകയും പ്രീതി നേടുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കപ്പെടുകയും സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. പല തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഈ സമയം അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കാം. അവരെ പോലും നിങ്ങൾക്ക് തോൽപ്പിക്കുവാൻ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം നിസ്സംശയം പറയാം. തൊഴിൽപരമായി വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അരിഷ്ടതകൾ മാറുന്ന സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. പല കാര്യങ്ങളിലും ഗുണകരമായ വ്യത്യാസങ്ങളാണ് വന്നു ചേരുക. നഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ഇത്. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആലസ്യം ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറുന്ന സമയം തന്നെയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുകയും വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. തടസ്സങ്ങൾ പല കാര്യങ്ങളിലുമുണ്ട്. എന്നാൽ അവ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശല്യമായി എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് അല്പം ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് എന്ന് ഓർക്കുക. എന്നാൽ ഇഷ്ടദേവതാ കടാക്ഷം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവായി പോകും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, 10ാം ഭാവത്തിലെ ആദിത്യനും 9ലെ ശുക്രനും 11ലെ ഗുരുവും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. നിരന്തരമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ നൽകും. മുൻപ് പരിശ്രമിച്ച് വിജയം നേടുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളിൽ ഇപ്പോൾ വിജയം നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പല വ്യക്തികൾക്കും ഉപദേശം നൽകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. എന്നാൽ പിതാവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ബുധന് മൗഢ്യസ്ഥിതി മാറുകയാൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി മെച്ചപ്പെടുന്ന സമയമാകുന്നു. മത്സര പരീക്ഷകളിലും മറ്റ് കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ന്യായമായ രീതികളിലൂടെ ലഭിക്കേണ്ട പണം ലഭിക്കുക തന്നെ ചെയ്യും. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ധനപരമായ ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കൈവായ്പകൾ കൊടുക്കുവാനും മടക്കി കിട്ടുവാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം മീനമാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ കാര്യം, 6ാം ഭാവത്തിലെ സൂര്യരാഹു യോഗം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. സ്വന്തം താല്പര്യത്തിന് ഹാനി ഉണ്ടാകാത്ത വിധം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ഉപഭോക്താക്കളുടെ പ്രീതി വന്നു ചേരാം. സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരാം.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാവനാശക്തി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കും. കാരണം ശുക്രൻ കുംഭം മീനം രാശികളിലെ സഞ്ചാരത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. കലാകാരന്മാർക്ക് ശുഭകരമായ അവസരങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ആരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വീട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഏറ്റവും ശുഭകരമായ സമയം തന്നെയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ, പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തൊഴിലുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനം അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൃഷിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഈ സമയം ബന്ധുക്കളുമൊത്ത് തീർത്ഥയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പങ്കാളിത്ത ബിസിനസ്, ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം വിനോദം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിനോദയാത്രകൾ, മറ്റ് യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഓർമ്മ വരികയും ആ കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് സാധ്യത അതുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. ഓർമ്മയിൽ നിന്നും പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. മറന്നുപോയ പല കാര്യങ്ങളും ഓർത്തെടുത്ത് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ഈ സമയം ഏറ്റവും അനുകൂലമാണ് സമയം. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. ഈ സമയം പ്രധാനമായും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. നിസാരമായി കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഗാർഹികമായ അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മംഗളകർമ്മങ്ങൾ സഫലമാകും എന്ന കാര്യവും ഓർക്കുക. അതിഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. ഗ്രഹാനുകൂല്യമുള്ള സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം സംസാരം ശ്രദ്ധിച്ചില്ല എങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കുന്നതാകുന്നു. അത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ ബാധിക്കും. ഈ സമയം ധനവരവ് മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. പല ശുഭവാർത്തകളും കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് പലവിധ അബദ്ധങ്ങൾ പിണയുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തിലെ പൊരുത്തക്കേടുകൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. ഈ സമയം കരാറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കാര്യനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാകുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ആദായം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുപരമായും നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക. സമയം അനുകൂലമാണ്. തീർച്ചയായും ഇഷ്ടദേവതയെയും കൂടി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമാകുന്നു. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. ശുഭകരമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. വിവാഹാലോചനകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കൾ, ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മുക്തി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് ചില തടസ്സങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു.
ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പാലിക്കുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് സന്തോഷ വാർത്തകളും കേൾക്കുവാൻ സാധിക്കും. അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം. തൊഴിൽ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു.